ഹലോ, എന്തെല്ലാവരുടെ വിശേഷങ്ങൾ? സുഖമല്ലേ? ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് 2 ദിവസമായി വിചാരിക്കണം. കാരണം എന്നെ കുറച്ച് ദിവസം മിസ്സിങ് ആയിരുന്നു. വാട്സപ്പിൽ, അതുപോലെ റീൽസിൽ, ഫേസ്ബുക്കിൽ, അങ്ങനെ എന്നെ ചോദിച്ചിട്ട് കുറേ പേരെന്നെ മെസ്സേജ് അയക്കുന്നുണ്ട് എന്ത് പറ്റി എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. കാരണം എന്നെ അന്വേഷിക്കാൻ ഇത്രയും ആൾക്കാരുണ്ടല്ലോ. എന്നെ ഒന്ന് കാണാതായാൽ എന്നെ ചോദിച്ചറിയാൻ, എൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. പിന്നെ അതുപോലെ ഹസ്ബൻഡിന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു എന്ത് പറ്റി, എന്തെങ്കിലും വിഷയമുണ്ടോ, അതുപോലെ എന്തെങ്കിലും അസുഖമാണോ. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ മനഃപൂർവ്വം ആർക്കും, നാളെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, മനഃപൂർവ്വം ആർക്കും റിപ്ലൈ തരാത്തതല്ല. ഒരുപാട് മെസ്സേജ് ഉണ്ട്, അത് ഞാൻ എങ്ങനെ റിപ്ലൈ കൊടുക്കാമെന്ന് അറിയില്ല. അപ്പോൾ അത് ഒറ്റ വാക്കിൽ നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത്. പക്ഷെ ആ സ്റ്റാറ്റസ് ഇട്ടതും ഭയങ്കര വിനയായി മാറി എന്ന് പറയാം. കാരണം ഞാൻ അതിൽ പറഞ്ഞു എന്താ എൻ്റെ ലൈഫിൽ എന്തോ ടെൻഷൻ വന്നു എന്നുള്ളത്. അപ്പം അതറിയാൻ, അപ്പോൾ ചിലപ്പോൾ സ്നേഹമുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നന്നായി ക്ഷീണിച്ചു, അപ്പം എന്തെങ്കിലും അസുഖമാണോ? ക്ഷീണിച്ച വേറൊന്നുമല്ല, ഞാൻ ഇടയ്ക്കൊന്ന് ഡയറ്റ് ചെയ്യണതാണ്. പിന്നെ ഇപ്പോൾ ജോബും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അതിനനുസരിച്ചിട്ടൊരു ചേഞ്ച് വേണ്ടേ. അപ്പം ഞാൻ ഓവറായിട്ട് ഭയങ്കരമായിട്ട് തടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾക്ക് മീൻസ് ആരോഗ്യം നോക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ എന്താ പറയുക, ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡയറ്റിക്കും കാര്യങ്ങളും തുടങ്ങിയത് കൊണ്ടാണ്. അല്ലാതെ അസുഖം ഒന്നും വന്നിട്ടല്ല ഞാനിങ്ങനെ ക്ഷീണമായതൊന്നും. പിന്നെ എന്താ പറയുക, എൻ്റെ പ്രശ്നങ്ങൾ എന്താന്ന് ചോദിച്ചിട്ടാണ് ഇപ്പം എല്ലാവരുടെയും മെസ്സേജ്. സത്യം പറഞ്ഞാൽ ഒരു 100 മെസ്സേജ് എങ്കിലും ഉണ്ടാവും. അതിനെല്ലാവർക്കും എനിക്ക് റിപ്ലൈ തരാൻ പറ്റില്ലേ വാട്സപ്പിൽ. എൻ്റെ ഫ്രണ്ട്സ് ആയാലും പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ സേവ് ചെയ്തിട്ടുള്ള കോണ്ടാക്ട്സ്, അതുപോലെ അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവരെൻ്റെ സ്ഥിരമായിട്ട് സ്റ്റാറ്റസും റീൽസൊക്കെ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കും ഞാൻ എന്താണ് പെട്ടെന്ന് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തതെന്നുള്ള അറിയാനൊരു ആകാംക്ഷ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ പറയണമെങ്കിൽ അത് സ്റ്റാറ്റസിൽ നിർത്തിയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ, സംഭവം വേറൊന്നുമല്ല. നിങ്ങൾ പലപ്പോഴും റീൽസിൽ കാണുന്ന പോലെ ഞാൻ എപ്പോഴും എന്ന് വെച്ചാൽ 24 hours ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ കൂടെയുള്ള എൻ്റെ കെട്ടിയോനെ എങ്ങനെയാന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറമാണ്. ആൾക്ക് എപ്പോഴും ഹാപ്പി ആവണം. അതുപോലെ ഭയങ്കര അൽഹംദുലില്ലാ ഭയങ്കര ജോളിയായിട്ടുള്ള ആളാണ്. അപ്പം അതിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെപ്പോഴും റീൽസ് കാണുന്ന പോലെ പല വീഡിയോസും റീൽസും ഞാൻ കണ്ടൻസും ഒക്കെ ഭയങ്കര പക്വതയോട് കൂടിയിട്ട് ചെയ്യാറുണ്ട്. ഭയങ്കര എന്താ പറയുക, ഡയലോഗൊക്കെ അടിക്കാറുണ്ട്. അപ്പോൾ പല സമയത്തും എൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഞാൻ അങ്ങനെ ആവാറില്ല. മീൻസ് നിങ്ങൾ പലപ്പോഴും റീൽസിലും അതുപോലെ കണ്ടൻസിലും കാണുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ റിയൽ ലൈഫിൽ. എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഞാൻ പല സമയത്തും എനിക്കൊരു ചെറിയ ടെൻഷൻ മതി. കാരണം ഒരു ചെറിയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹൃദയമായിരിക്കും എൻ്റെത്, അതുകൊണ്ടായിരിക്കും. കുഞ്ഞൊരു ടെൻഷൻ മതി, ഞാൻ ഓവറായിട്ട് സെൻറ്റിമെൻ്റലാവും, കരയും. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് ഭയങ്കര ആനക്കാരായിട്ട് എടുത്ത് പെട്ടെന്ന് ഇമോഷണലായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും ഞാൻ. എൻ്റെ പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ലൈഫിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് തളരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അത് ഇപ്രാവശ്യം ചെറിയൊരു പ്രശ്നം നടന്നപ്പോൾ ഞാൻ എല്ലാ സമയത്തേക്കാളും കൂടുതൽ ഇമോഷണലായി. അതിൻ്റെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നു. അതിൽ പലർക്കുള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ മാറി നിന്നത് എന്താ പറയുക,
ഗർഭിണിയാണോ, അതുപോലെ അസുഖമായിട്ടാണോ, മോർ ഓവർ വലിയൊരു ഡൗട്ട് മൻസൂർ ഖാനായിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ട് മൻസൂർക്ക് കൂടെ ഇല്ലേ എന്നുള്ള ഒരു ഇതിലൊക്കെയാണ് ഇപ്പൊ സംസാരങ്ങൾ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്താ പറയുക, നിങ്ങൾ ആ ഒരു കാര്യത്തിൽ റീൽസിൽ കാണുന്ന പോലെയും അതുപോലെ എൻ്റെ സ്റ്റാറ്റസിൽ കാണുന്ന പോലെ തന്നെയും ഞങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട്, അൽഹംദുലില്ലാ, എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനും അതുപോലെ എന്നെ അത്രയും സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെയുള്ള എൻ്റെ ഹസ്ബൻഡ്. അതിലൊരു വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പിന്നെ അപ്പോൾ വേറെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, എന്നെ ആൾക്ക് നന്നായി അറിയാം. മീൻസ് എൻ്റെ ഒരു ക്യാരക്ടർ നന്നായി അറിയുന്നത് കൊണ്ട് ആള് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എന്താ പറയുക, അവരുടേതായ കാര്യങ്ങളുണ്ടാവും, ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. എന്നോട് ഒന്നും ഷെയർ ചെയ്യില്ല. കാരണം അത് വേറെ ഒന്നുകൊണ്ടല്ല, എന്നെ നന്നായി അറിയാവുന്നത് കൊണ്ടാണ്. ഞാൻ ഇങ്ങനെ ഇമോഷണലി ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരാളാണ്, സെൻസിറ്റീവ് ആണെന്ന് അറിയുന്നത് കൊണ്ട് എന്നോടൊന്നും ഓപ്പണായിട്ട് സംസാരിക്കാറില്ല. അതൊഴിച്ച് ബാക്കിയെല്ലാം 100% എന്നോടെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിനിടയിൽ ഒരു പ്രശ്നം നടന്നപ്പോൾ ഞാനത് അറിയുന്നില്ല. പല കാര്യങ്ങളും ഫിനാൻഷ്യലി ആയിട്ടുള്ള പല പ്രശ്നങ്ങളും എന്നോട് ഡിസ്ക്ലോസ് ചെയ്യാറില്ല. അതെനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. മീൻസ് എല്ലാ വീട്ടിലും നടക്കുന്ന പോലെ ഹസ്ബൻഡും വൈഫും തമ്മിൽ സംസാര വിഷയങ്ങൾ. ഞങ്ങൾ ഒരിക്കലും എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കണില്ല, അതുപോലെ മക്കളെ സ്നേഹിക്കണില്ല, വേറെ ഒരു പ്രശ്നം കൊണ്ടും അൽഹംദുലില്ലാ ഇപ്പൊ 10 വർഷമായി അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ കൊണ്ട് ഇതുവരെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട്, എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവം ആയതുകൊണ്ട് ആൾ എന്നോട് ഫിനാൻഷ്യലി ഉള്ള ഒരു പ്രശ്നങ്ങളും ഷെയർ ചെയ്യില്ല. അപ്പം അത് ഞാൻ വേറൊരു രീതിയിൽ അറിഞ്ഞാൽ അത് ഞങ്ങൾ തമ്മിൽ പ്രശ്നമായിട്ട് സംസാരിക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഞങ്ങൾ തമ്മിലുള്ളൂ. എനിക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ ചർച്ച ചെയ്യണമെന്നോ ഒരിക്കലും ആഗ്രഹമില്ലാത്ത ആളാണ്. കാരണം നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാൻ ഇത്രയും വർഷമായിട്ട് ഇൻസ്റ്റാഗ്രാം അതുപോലെ ഫേസ്ബുക്ക് എല്ലാം യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ പബ്ലിക്കിൽ വന്നിട്ട് അത്രയും അങ്ങനെ ഒന്നും ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാറില്ല എന്നോ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറില്ല എന്നല്ല പറയണേ. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒരിക്കലും ഞാൻ ഓപ്പണായിട്ട് വന്ന് പറയാറില്ല. പക്ഷെ ഇപ്പോൾ പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇടയിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവര് ഇത് വെറുതെ എന്താ പറയുക, അത് പല രീതിയിലാണ് ചിന്തിച്ച് നെഗറ്റീവായിട്ട് കൂട്ടുന്നത്. എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, അതുമല്ല. അപ്പോൾ എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ആണ് വാട്സപ്പ് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. അത് വാട്സപ്പ് ഓണാക്കി കഴിഞ്ഞാൽ ഫുള്ള് മെസ്സേജാണ്. എന്താണ് റിപ്ലൈ തരാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട്, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. ഞാൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതും അല്ല. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ എടുത്ത് സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഓക്കെയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പം എന്തായിരുന്നു കുഴപ്പം ഇങ്ങനെ മെസ്സേജ് വരാം. ഞാനങ്ങനെ ഒളിച്ചു വെക്കാൻ മാത്രം പ്രശ്നം ഒന്നുമില്ല എൻ്റെ ലൈഫിൽ. സത്യമാണ് ഞാൻ പറയുന്നത്. ഇനി എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കാമെന്നറിയില്ല. ഇതൊരു ചെറിയൊരു ഫിനാൻഷ്യൽ പ്രശ്നം വന്നു. ആൾ ഇവിടെ ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. നാട്ടിൽ നമ്മൾ ഒരു ചെറിയ വീട് പണിതു. അതിലും ഒരുപാട് ഇഷ്യൂസ് വന്നു. എല്ലാവരുടെ ലൈഫിലും പറ്റുന്നതാണ്. എന്താ പറയുക, ഒരു വീടൊക്കെ പണിതിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്, മീൻസ് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കരയേണ്ടേയും അതുപോലെ സെൻസിറ്റീവ് ആവേണ്ടേയും വരുന്നത്.
അപ്പോൾ പിന്നീട് എനിക്കത് മനസ്സിലാവും, കുറേ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഇത് എല്ലാവരുടെ ലൈഫിലും ഉള്ളതല്ല, എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കണേന്നുള്ളത്. പക്ഷെ ഇപ്രാവശ്യം നടന്നതൊരു കുറച്ചും കൂടി ഒരു ഗൗരവം ഉള്ള വിഷയമായതുകൊണ്ട് ഞാനത് ഭയങ്കര സംഭവമായിട്ട് എടുത്തു. അൽഹംദുലില്ലാ ഇപ്പോൾ ഞാൻ ഓക്കെ ആണ്. ഒരിക്കലും നിങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള എന്താ പറയുക ആ സ്നേഹത്തിന് കണക്ക് പറയരുത്. കാരണം അത് ഞാൻ ഒരു 10 വർഷമായിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടടക്കുന്ന ഒരു വലിയൊരു സംഭവമാണത്. 10 വർഷമായിട്ട് അത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞത് മുതൽ എങ്ങനെയാണോ അത് ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. മീൻസ് ആ സ്നേഹത്തിന് ഇതുവരെ ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല. നിങ്ങളായിട്ട് പറഞ്ഞു അത് വലിയൊരു സംഭവമാക്കി മാറ്റരുത്. ഞങ്ങളുടെ സ്നേഹവും അതുപോലെ മറ്റുള്ള പ്രശ്നങ്ങളും തമ്മിൽ റിലേറ്റഡ് ആയിട്ട് സംസാരിക്കരുത്. പ്രശ്നങ്ങൾ എല്ലാവരുടെ ലൈഫിലും ഉള്ള പോലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് എൻ്റെ ലൈഫിൽ വന്നത്. പക്ഷെ എനിക്കത് അങ്ങനെ ഇതായിട്ട് കൊണ്ടുനടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബ്രേക്ക് എടുത്തു. അത് ഭയങ്കര സംഭവമായിട്ട് മാറിപ്പോയി. ഞാൻ പല ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരും അത് പല രീതികളിലാണ്. ചില ആൾക്കാർ നമ്മൾ അത്രയും നെഗറ്റീവായിട്ട് പറയണം എന്ന് വിചാരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരത് പലപ്പോഴും വേറെ രീതിയിലാണ് കൊണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് എന്നെ അറിയാവുന്ന നിങ്ങളത് വേറെ രീതിയിൽ എടുക്കണ്ട. എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ മൻസൂർ ഖാനായിട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്, അൽഹംദുലില്ലാ. പിന്നെ പ്രഗ്നൻ്റ് അല്ല, വേറെ പ്രശ്നങ്ങളില്ല, വേറെ അസുഖങ്ങളില്ല. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. പിന്നെ മൻസൂർ ഖാനായിട്ട് റീൽസ് ഇടാൻ പറയുന്നുണ്ട്. പിന്നെ റീൽസ് കാണാൻ ഇല്ല എന്നും പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് എന്തോ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് റീൽസ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഈ ഡൗട്ട് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എനിക്കും മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. കാരണം സത്യം ഞാൻ വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നൊന്നല്ല. എൻ്റെ വാട്സപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് മെസ്സേജ് ചെയ്ത് കാണുമ്പോൾ എനിക്ക് ടെൻഷൻ. എനിക്ക് എന്താണ് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നത് അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഞാൻ ഹാപ്പിയാണ്, ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്തോ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരാളോടും മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഇല്ല. ഞാൻ അങ്ങനെ മനസ്സിലൊരു കാര്യം വെച്ച് അല്ലെങ്കിൽ എൻ്റെ ലൈഫിലൊരു കാര്യം വെച്ചിട്ട് പുറത്ത് അങ്ങനെ വേറെ രീതിയിൽ നടക്കുന്ന ഒരാളും അല്ല. എനിക്കുണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, അല്ലാതെ വലിയ സംഭവങ്ങളായിട്ടൊന്നുമില്ല. കാരണം ചില ആൾക്കാർ ചില മെസ്സേജ് കണ്ടു ഭയങ്കര ജാടയായിട്ട് പറയാതിരിക്കുകയാണ്, എന്താണ് സംഭവം. അപ്പോൾ എന്നെ കുറിച്ചിട്ട് ആരും അങ്ങനെ വിചാരിക്കേണ്ട. എനിക്ക് അങ്ങനെ മീൻസ് സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യങ്ങളില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് എനിക്ക് അതിൽ ഒരു ഷെയ്മേഡും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. കാരണം നിങ്ങൾ എന്നോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ എന്താണെന്ന് അന്വേഷിക്കുന്നത്. എനിക്ക് ഇപ്പോൾ റീൽസും കാര്യങ്ങളും ചെയ്യാനും അതുപോലെ പേഴ്സണലി റിപ്ലൈ തരാനും സത്യമായിട്ടും ടൈമില്ല. ഞാനിവിടെ മോർണിംഗ് പോയാൽ 8 o'clock കഴിഞ്ഞിട്ട് രാത്രിയൊക്കെയാണ് ഞാൻ റൂമിലെത്തുന്നത്. എനിക്ക് ഓഫീസിൽ എൻ്റെ പേഴ്സണൽ ഫോൺ എപ്പോഴും യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അത് ജാടയാണെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയൊന്നും കരുതണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ വീഡിയോ ചെയ്തത്. പിന്നെ എനിക്ക് എന്തെങ്കിലും എന്തോ ഒരു പ്രശ്നത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാത്തത് അല്ലെങ്കിൽ സ്റ്റാറ്റസ് കാണാത്തത്. അതുപോലെ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ ഇപ്പോൾ സ്റ്റാറ്റസ് ഇടുന്നുണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ മീൻസ് എൻ്റെ സ്റ്റാറ്റസും റീൽസൊക്കെ കണ്ടിട്ട് എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക. അതുപോലെ ഞാൻ ഭയങ്കര യൂട്യൂബേഴ്സ് പറയുന്ന പോലെയൊക്കെ പറയുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ അതൊന്നല്ല, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ആർക്കും റിപ്ലൈ തരാത്തതും റീൽസ് സ്റ്റാറ്റസ് എന്നീ ബളബള സംഭവങ്ങളൊന്നും ചെയ്യാത്തത്. അപ്പോൾ ആരും വേറെ നെഗറ്റീവ് ഒന്നും കരുതണ്ട. ആരെ അവോയ്ഡ് ചെയ്തതുമല്ല. പേഴ്സണലി ആർക്കും ഞാൻ റിപ്ലൈ തരില്ല ഇതിനെ കുറിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത്. അപ്പോൾ അൽഹംദുലില്ലാ ഞാൻ ഹാപ്പിയാണ്. മൻസൂർ ഖാനായിട്ട് ഞാൻ വീഡിയോ ചെയ്യേണ്ട ടൈം കിട്ടിയാൽ. ഓക്കെ. അപ്പോൾ ആരും വേറൊന്നും ചിന്തിക്കേണ്ട. ഓക്കെ.